യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതൊക്കെ ശരിയാ. എന്നാലും അമ്മ വെറുതെ ഒരു പ്രശ്നം എന്തിനാ? അവരായി അവരുടെ പാടായി. നമ്മൾ ആ വശത്തേക്ക് ശ്രദ്ധിക്കാത്ത തന്നെയല്ലേ നല്ലത്. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവിടം വരെ ഒന്ന് പോണം. ഇനി നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ധരിച്ചു പോയിക്കോളാം. ശരി, ഞാനും വരാം. വാ. അമ്മ വീട്ടിലേക്ക് പോയോ മാമ? ഇല്ല, ചിലങ്കയുടെ വീട്ടുകാരെ കണ്ട് അവിടെ നിൽക്കുക. അവരെല്ലാരും എത്തിയോ? ആ അനന്തം മാഷ് വന്ന് ശരിയായ വിവരം പറഞ്ഞപ്പോ അദ്ദേഹം തലകറങ്ങി വീണു. കൊച്ച ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് മാഷ് ഇവിടെ വന്ന ശേഷം അറിഞ്ഞത്. സത്യത്തിൽ ആ കൊച്ചിന് എന്താ വിനയെ പറ്റിയ? പഴയ കോവള സംഭവമൊക്കെ എല്ലാരും മറന്നു തുടങ്ങിയതാണല്ലോ. ആ അത് വിട്. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ചാവ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അങ്ങളെ ഒന്നേ ആ ഡോറടച്ചോ. ആ വാ, ഇപ്പുറം വാ. ഇവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അമ്മയുള്ളപ്പോൾ ചോദിക്കാൻ പറ്റില്ല. ഞാനും നിന്നെ തനിച്ച് കിട്ടുമ്പോൾ ചിലത് ചോദിക്കാതിരിക്കായിരുന്നു. നീ വിളിച്ചു പറഞ്ഞ പ്രകാരം ആ ഫോൺ അവന്മാർക്ക് എത്തിച്ചു കൊടുത്തിട്ടും അവന്മാര് നിന്നെ തല്ലി ഇഞ്ചപ്പരുവാക്കിയല്ലോ വിനയ. ആ അവന്മാരെന്നെ തല്ലിക്കൊന്ന് കാല് താത്തുമായിരുന്നു. ദൈവഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. അങ്കിൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്ത ഫോണില്ലേ, അത് ഒറിജിനൽ അല്ലായിരുന്നേ. പിന്നെ ആ ടെഡിവേറിനകത്ത് വേറെ ഫോൺ ഉണ്ടായിരുന്നോ? അതിനകത്ത് ഒരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്കിൾ അത് എടുക്കുന്നതിന് മുമ്പ് ആരോ ഒറിജിനൽ ഫോൺ മാറ്റി പകരം മറ്റൊരു ഫോൺ അതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ഏയ്, അതിനൊരു സാധ്യതയില്ല. നീ ഇത്രയും രഹസ്യമായിട്ട് അതിനകത്ത് ഫോൺ വെച്ച കാര്യം വേറെ ആരറിയാനാ? പിന്നെ എങ്ങനെയാ ഫോൺ മാറിയത്? അങ്കിള് മാറ്റിയാണോ? ദൈവദോഷം പറയല്ലടാ. നീ വിളിച്ചു പറഞ്ഞ കാര്യങ്ങള് അതേപടി അനുസരിച്ചതാ, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തില്ല. നിന്റെ അമ്മയും ചിലങ്കയും കാണാതെ അത് ഭദ്രമായി പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. എന്നിട്ടും നീ എന്നെ അവിശ്വസിക്കുകയാണോ? അങ്കിളത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. ആ ഫോൺ അതിൽ നിന്ന് മാറ്റിയതിന് പിന്നിലെ അവള് തന്നെയായിരിക്കും. ചീരു. അതിനകത്ത് അങ്ങനെ ഒരു ഫോണുള്ള കാര്യം ചീരുവിന് അറിയായിരുന്നു. അതിനകത്തുള്ള കാര്യം അവൾക്കറിയില്ല. പക്ഷെ ആ ഫോൺ കൈക്കലാക്കാൻ അവൾ സകല അടവ് പയറ്റി നോക്കിയതാ. അവക്ക് ആ ഫോൺ കിട്ടിയിട്ട് എന്താ കാര്യം? സത്യത്തിൽ അതിനകത്ത് എന്താ വിനയം ഉണ്ടായിരുന്നത്? വിനയന് ലക്ഷങ്ങൾ നേടാൻ കഴിയാമായിരുന്ന രഹസ്യങ്ങൾ. പല വഴിക്ക് പണമുണ്ടാക്കാൻ എനിക്ക് കിട്ടിയ വലിയൊരു ചാൻസാ അവളായിട്ടില്ലാതാക്കിയത്. പോരാത്തതിന് ഞാൻ അനുഭവിച്ച പീഡനവും വേദനയും എല്ലാറ്റിനും ഞാൻ അവളോട് പകരം ചോദിക്കും. ഞാനിവിടുന്ന് ഇറങ്ങിക്കോട്ടെ, കാണിച്ചു കൊടുക്കാം ഈ വിനയൻ ആരാണെന്ന്.
ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ മയക്കമാണ്. ECG വേരിയേഷൻ ഒന്നും കാണുന്നില്ല. മകളെ കുറിച്ച് ഓർത്തുള്ള ഷോക്കില് മെന്റലി ഡിസോർഡർ ആയതാന്നാ തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഉറങ്ങി തെളിയുമ്പോഴേക്കും നോർമൽ ആയിക്കോളും. പേടിക്കാനൊന്നുമില്ലല്ലോ ഡോക്ടർ. അമ്മാവന് ഒരു തവണ അറ്റാക്ക് വന്നതാ. അത് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തുടക്കത്തിൽ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. നവനെയാ ഓ എന്തൊരു പൊടിയാണ് എന്റെ മാമ. നല്ലത് വാങ്ങിക്കൂടെ? ഹോ, എന്നാലും വലിയ കഷ്ടമായി പോയി. ഒരു കുടുംബം മൊത്തം ഹോസ്പിറ്റലായി പോയില്ലേ. അനന്തമാഷ് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അത്രയും ആശ്വാസം. ആ, മഞ്ചാടിയുടെ ഓപ്പറേഷൻ തുടങ്ങിട്ടോ. എന്റെ അമ്മയ്ക്കൊന്നും വീട്ടിലോട്ട് പോവാവോ? ഇവിടെ അങ്കിൾ ഉണ്ടായാൽ മതി. ആ അതെ, നിന്റെ സംസാരം കേട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്ന നിനക്ക് ശല്യമാണെന്ന് തോന്നുന്നല്ലോ. ഹാ, ബാക്കിയുള്ളവര് നെഞ്ചുരുക്കി ഓടി വന്നതാ. എന്നിട്ട് അമ്മ എന്റെ അടുത്തല്ലല്ലോ ഇരിക്കുന്നത്. നാട്ടുകാരുടെ സുഖവിവരം അന്വേഷിച്ച് നടക്കുമല്ലേ? ഡാ വിനയ, മാഷും മക്കളും നമുക്ക് അന്യരാണോടാ? ആണോന്ന്? ഒരു ബുദ്ധിമുട്ട് വന്നാ പരസ്പരം ഓടി എത്തേണ്ടവരല്ലേ നമ്മള്? അവരുടെ കാര്യത്തിന് അമ്മ ഓടേണ്ട കാര്യമൊന്നുമില്ല. അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്. അമ്മ പോയിട്ട് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കും. ആ, അവിടെ ഇപ്പൊ ഞാനില്ലേലും കുഴപ്പമൊന്നുമില്ല. ചീരു എല്ലാം നോക്കിക്കോളും. ആ നോക്കും. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ വല്ലവനെയും വിളിച്ച് അകത്ത് കയറ്റാതിരുന്നാ മതി. ഡാ, നീ എന്താടാ ഇപ്പൊ പറഞ്ഞേ? ദേ, വൃത്തികേട് പറയുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ. ഡാ, അവള് നിന്റെ ഭാര്യയല്ലേടാ? നിന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ? ആ, ഇനി ആരും അല്ലെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് സ്വന്തം അമ്മയോട് പറയേണ്ട ഭാഷയാണോ ഇത്? നീ ഇത്ര വൃത്തികെട്ടവനാണോ വിനയ? എന്റെ ലതിയെ അതൊക്കെ വിട്. അവൻ വേറെ എന്തൊക്കെയോ ടെൻഷനില്ല. സ്വന്തം ഭർത്താവ് ഇങ്ങനെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അവക്ക് ഇവിടെ വരെ ഒന്ന് വന്നു നോക്കാൻ തോന്നിയില്ലല്ലോ. അതിന്റെ വിഷമം കാണും. ഏട്ടാ, ഇവന്റെ കണ്ണിലൂടെ ഏട്ടൻ ഓരോന്ന് കാണാൻ തുടങ്ങല്ലേ. ചീരിമോള് രഘുവിന്റെ ദാസാറിന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടാ അവരിവനെ രക്ഷിച്ചുകൊണ്ട് വന്നത്. ഭർത്താവിനോട് സ്നേഹമില്ലാത്തോണ്ടാണ് അവളിങ്ങനെ ചെയ്തത് ആണോന്ന്? കുറെ കാലമായിട്ട് ഇവന്റെ പോക്ക് ശരിയല്ല. എല്ലാ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മരുമാനെ തിരുത്തുന്നതിന് പകരം അവന്റെ തോന്നിയാസത്തിന് വളം വെച്ച് കൊടുക്കല്ലേ. എന്റെ ലതികെ, നീ ഇത്രയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? വിനയന്റെ സംസാര രീതി നിനക്കറിയാലോ. അവന്റെ വായിന്ന് അറിയാതെ ഒരു വാക്ക് വീണു പോയെന്ന് കരുതിയാ മതി. അതറിയാതെ ഒന്നുമല്ല. എന്റെ ഭാര്യയെ എനിക്കറിയുന്ന പോലെ അമ്മക്കറിയില്ല. അവൾ എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചെന്നല്ല അമ്മ ഇപ്പൊ പറഞ്ഞത്. എന്താ എനിക്കിങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ കാരണം തന്നെ അവളാ. എടാ, അവൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് ഏതോ ഗുണ്ടകൾ നിന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാക്കൊല്ല ചെയ്തേന് അവൾ എന്ത് പിഴച്ചടാ? ഡാ, അവളാണോ നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ ആളെ ഏർപ്പാടാക്കിയത് ആണോന്ന്? എന്റെ അമ്മ അതൊന്നും ഇപ്പൊ പറഞ്ഞ അമ്മയുടെ തലയിൽ കേറില്ല. ഒന്നും പറയാതെ തന്നെ അമ്മയുടെ മരുമോള് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചതി അമ്മയ്ക്ക് ഒരു ദിവസം ബോധ്യപ്പെടും. ബോധ്യപ്പെടും. ഓ, ഇങ്ങനൊരു മനുഷ്യനൊരു മനസ്സമാധാനം ഇല്ലല്ലോ ഈശ്വര. എന്തൊരു കഷ്ടമാണ്. ഇവരെന്താടാ ഇവിടെ? ചിലപ്പോ മഞ്ചാടിയെ കാണാൻ വന്നോ. അമ്മ അവരെ മുഷിപ്പിച്ചൊന്നും സംസാരിക്കണ്ട. നീയൊന്ന് പോയി ഇന്ദിര. ഇത് ഈശ്വരൻ എനിക്ക് തന്ന സമയമാണ്. ഈ അവസരം ഞാൻ മുതലാക്കും.